നേതാക്കൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 10 മണിക്കൂർ വൈകി എങ്കിലും നല്ല തീരുമാനം എടുക്കണം. പക്ഷേ LDF സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം സിറ്റിംഗ് MLA-മാരാണ്. അവർക്ക് ഒരു മാറ്റം അതിൽ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഈ സുധാകരൻ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഡി ധനസമോദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ധനസമോദ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇന്ന് 3-ാം ദിവസമാണ്. നാളെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. അല്പസമയത്തിനകം പട്ടിക പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു എന്നാണോ നേതാക്കൾ പറയുന്നത്? വിവരമെങ്ങനെ? 50-ലധികം സീറ്റുകൾ ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞു. അതിനു മുമ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി, എൽദോസ് കുന്നപ്പള്ളി ഈ ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകളെല്ലാം നമുക്ക് ഇത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ, അതായത് ഈ തരത്തിലുള്ള ലിസ്റ്റ് പട്ടിക പുറത്തു വന്നു കഴിയുമ്പോൾ അറിയാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. കാര്യം എൽദോസിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു ചില റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തു വന്നിരുന്നത്. ഏകദേശം ധാരണയായ സീറ്റുകൾ, അതായത് ഈ പുറത്തു വരുന്ന സീറ്റുകളിൽ സിറ്റിംഗ് സീറ്റുകളുണ്ടാകും, സംവരണ സീറ്റുകളുണ്ടാകും, ഒറ്റപ്പേര് നേരത്തെ തന്നെയായി പാസ്സാക്കിയെടുത്ത സീറ്റുകളുണ്ടാകും. അങ്ങനെ ഇന്ന് ഒരു വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2ാം ഘട്ട പട്ടിക രാത്രിയോടെ പുറത്തു വരുമെന്നും, അതേസമയം തന്നെ ഇന്ന് നേതാക്കന്മാരെല്ലാം തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അവർ നാട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചർച്ച ഇതുവരെ എല്ലാ സീറ്റുകളിലും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇവിടെ ഇന്ന് തങ്ങുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എല്ലാ സീറ്റുകളും ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിൽ നാളേക്കുള്ളിൽ തന്നെ ഇക്കാര്യങ്ങൾ പൂർണ്ണമായി ഒരു തീർപ്പ് കൽപ്പിക്കാം, പൂർണ്ണമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇവർ വിലയിരുത്തിയിരിക്കുന്നത് UDF-ന് ഒരു സവിശേഷമായ ഒരു അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. കാര്യം CPM-ൽ വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPM-ൽ നിന്ന് പുറത്തു വരുന്ന വിമത സ്ഥാനാർത്ഥികളെ UDF പിന്തുണക്കും. UDF സ്ഥാനാർത്ഥികളായിട്ട് തന്നെ അവരെ പരിഗണിച്ച് ഇതിനകം തന്നെ പലപ്പോഴും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് UDF-ന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത് കോട്ടകളിൽ ഇടത് വിമതന്മാരെ ഉപയോഗിച്ച് കടന്ന് ചെല്ലാമെന്നും അങ്ങനെ വലിയൊരു വിജയം ഉണ്ടാകും എന്ന തരത്തിലാണ് ഒരു വിലയിരുത്തൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ധനസമോദ്, ഇതിലൊരു ട്വിസ്റ്റ് വന്നത് പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിലാണ്. പേര് വെട്ടാനാണ് തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ഈ ലൈംഗിക അതിക്രമ കേസിൽ വിധി വരാനിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരായ ഒരു വിധി വരികയാണെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും നേതൃത്വം എത്തിയിരിക്കുക. പ്രധാനമായും എന്താണ് ഈ വിഷയത്തിൽ ഇന്ന് ചർച്ചയായത്? നിലവിൽ കോൺഗ്രസ് MLA-മാരായിട്ടുള്ള അവരിൽ 2 പേർക്കാണ് ഈ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, കേസ് ഉണ്ടായിട്ടുള്ളത്. അത് ഒന്ന് കോവളം MLA ആയിട്ടുള്ള വിൻസെൻ്റ്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പൾ കഴിഞ്ഞു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുമാണ്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിക്ക് നേരെ ആരോപണം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു കേസാണ് ഇപ്പോൾ, ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. മാത്രമല്ല 26-ാം തീയതി ഈ ഹർജി കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേവലം പെരുമ്പാവൂരിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തല എൽദോസിനെ ഒഴിവാക്കരുത് എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് യാക്കോബായ വിഭാഗത്തിൽ നിന്നും 2 പേരാണ് മത്സരിക്കുന്നത്. ഒന്ന് മൂവാറ്റുപുഴയിലെ മാത്യു കുള്ളനാടനും 2 എൽദോസ് കുന്നപ്പള്ളിയും. ഏതെങ്കിലും സാഹചര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ ഉല്ലാസ് തോമസ് എന്ന യാക്കോബായ വിഭാഗത്തിൽ തന്നെ ഒരാളെ പരിഗണിക്കണം. പക്ഷേ എങ്കിൽ പോലും ആദ്യ പരിഗണന എൽദോസിനെ സംരക്ഷിക്കുന്ന നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യം പൂർണ്ണമായും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആദ്യ പട്ടിക പുറത്തിറങ്ങുമ്പോൾ അതിൽ പെരുമ്പാവൂർ സീറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി കണ്ട് അറിയേണ്ടത്. ധനസമോദ്, ഇനി അറിയാനുള്ളത് കെ സുധാകരന്റെ വിഷയമാണ്. മത്സരിക്കണമെന്നുള്ള വാശി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുമ്പോഴും ഏതെങ്കിലും രീതിയിൽ ഈ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത, ഹൈക്കമാൻഡ് അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ?
എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു പൊതു തീരുമാനം തന്നെയാണ് ഇവിടെ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കെ സുധാകരൻ ഉയർത്തിക്കാട്ടുന്നത് അദ്ദേഹം KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാനുള്ള ഒരു അവകാശം നൽകാം എന്നുള്ള ഒരു സ്പെഷ്യൽ റൈറ്റ് കെ സുധാകരന് വേണ്ടി മാത്രം നൽകാം എന്ന് പറഞ്ഞിരുന്നു. ഇത് നേരിട്ട് മല്ലികാർജ്ജുന ഖാർഗെ എന്ന കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ നൽകിയ വാക്കാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷ നൽകിയ വാക്ക് അദ്ദേഹം തിരുത്തരുത് എന്നുള്ള ഒരു ആവശ്യം തന്നെയാണുള്ളത്. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും ഇക്കാര്യങ്ങൾ മത്സരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം സുധാകരനോട് നേരിട്ട് പറഞ്ഞിരുന്നില്ല. ഫോണിൽ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ന് ഇവിടെ ഒരു ദൂതനായി പോയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാര്യം രമേശ് ചെന്നിത്തലക്ക് മാത്രമാണ് ഇതിനകം അദ്ദേഹത്തുമായിട്ട് ഒരു സംസാരിക്കാനുള്ള ഒരു പാലം എന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവുള്ളത്. പക്ഷേ രമേശ് ചെന്നിത്തല സംസാരിച്ചപ്പോൾ പോലും ഒരു മെരുങ്ങുന്ന ഒരു നിലയിലായിരുന്നില്ല കെ സുധാകരൻ ഉണ്ടായിരുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ സുധാകരനെ ഒരു സമവായത്തിലൂടെ ചേർത്ത് പിടിക്കാം എന്ന ഒരു നിലപാടിലാണ് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല തിരിച്ചു വന്ന് നേതാക്കന്മാരുമായി പങ്കിട്ടിരിക്കുന്നത്. ശരി, സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നേതൃത്വമുള്ളത്. ഏതായാലും 4 മണിക്ക് മുമ്പായി സ്ഥാനാർത്ഥി പട്ടിക 50-ലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനസുമോദാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.